ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ പൊതുപരിപാടികളിൽ കൂടുതൽ സജീവമാവുന്നു. രാഹുലിനെതിരെ വലിയ സമരപരിപാടികൾ പ്രഖ്യാപിച്ച ബി.ജെ.പിയും സി.പി.എമ്മും ഇപ്പോൾ സമരത്തിനൊന്നും ഇറങ്ങുന്നില്ല. ഇന്നലെ പാലക്കാട് നടന്ന റോഡ് ഉദ്ഘാടനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ബി.ജെ.പി നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരനും പങ്കെടുത്തു. സി.വി. അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഒരു വശത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും PM ശ്രീയും ഒക്കെ വിവാദം അരങ്ങ് തകർക്കുമ്പോൾ അതിനിടയിൽ സംഭവിച്ചത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ വളരെ സ്വാഭാവികമായി തന്നെ പൊതുപരിപാടികളിലും പൊതുവേദികളിലുമൊക്കെ എത്തുന്നതാണ് മറുവശത്ത് കാണുന്നത്. ഒരുപക്ഷെ അവിടെ വലിയ പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരുന്ന ബി.ജെ.പിയും സി.പി.എമ്മും ഒക്കെ അത് മറന്ന മട്ടാണ്. ഇന്നലത്തെ പരിപാടിയിൽ ഒരു വേദിയിൽ വന്ന് രാഹുൽ പങ്കെടുത്തു പോവുകയല്ല ചെയ്തത്. രാഹുൽ നഗരസഭാധ്യക്ഷയും ഒന്നിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നു, റോഡ് ഉദ്ഘാടനം ചെയ്യുന്നു. വളരെ സാധാരണ മട്ടിൽ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ. തീർച്ചയായും ശ്രീജ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരായുള്ള പ്രതിഷേധം പാലക്കാട് ഇപ്പോൾ ബി.ജെ.പിയും ഡിവൈഎഫ്ഐയും സി.പി.എമ്മും ഒക്കെ പൂർണ്ണമായും ഉപേക്ഷിച്ച അല്ലെങ്കിൽ അവഗണിച്ച മട്ട് തന്നെയാണ്. ആദ്യത്തെ ഒരു തവണ ഉണ്ടായ വലിയൊരു പ്രതിഷേധം മാത്രമാണ് ഈ ഇട ഉണ്ടായത്. അതിനുശേഷം കാര്യമായ പ്രതിഷേധം രാഹുലിനെതിരെ ഇവിടെയും വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ബി.ജെ.പിയുടെ പാലക്കാട് നഗരസഭാ അധ്യക്ഷ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പുറത്തു വരുന്നത് ബി.ജെ.പിക്ക് ഉള്ളിലെ ഒരു ആഭ്യന്തര കലാപം കൂടിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള C. കൃഷ്ണകുമാറിനും അദ്ദേഹത്തിന്റെ ഭാര്യയും മിനി കൃഷ്ണകുമാറും മാത്രം പങ്കെടുത്ത ഒരു അംഗനവാടി ഉദ്ഘാടനമുണ്ട്. അത് നഗരസഭാ അധ്യക്ഷയെ പോലും അറിയിച്ചില്ല എന്നുള്ള വിവാദം അവിടെ ഉയരുന്നുണ്ട്. അതിനിടെയാണ് പ്രശാന്ത് ശിവൻ നൽകിയ, അതായത് ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശം മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ നഗരസഭാ അധ്യക്ഷ തന്നെ മറ്റൊരു പരിപാടിയിൽ അദ്ദേഹത്തിനൊപ്പം എം.എൽ.എക്കൊപ്പം പങ്കെടുക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് പാർട്ടി നൽകിയ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് നഗരസഭാ അധ്യക്ഷയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് ശിവൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം ഇതിൽ ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ ഈ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുണ്ടായത് എന്ന് പ്രശാന്ത് ശിവൻ ഇതിൽ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ കൃത്യമായിട്ടും രണ്ട് വിഭാഗങ്ങളായിട്ടുള്ള ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലാ നേതൃത്വത്തിൻ്റെ ആ ഭിന്നത തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധം എവിടെയും ഉയരുന്നില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മറുവശത്ത് ബി.ജെ.പിയുടെ നേതാക്കൾ തന്നെ ബി.ജെ.പി നേതൃത്വം ആഹ്വാനം ചെയ്ത ആ നിരോധനം മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് വലിയ തോതിൽ തന്നെ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് തലവേദന ഉണ്ടാക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുമെന്നും ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ എം.എൽ.എ എന്ന നിലയ്ക്ക് തൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നു എന്ന വിശദീകരണം നൽകി അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സജീവമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് പാലക്കാട് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇനി ഇടതുപക്ഷത്തേക്ക് വന്നാൽ ഡിവൈഎഫ്ഐ നമുക്കറിയാവുന്നതുപോലെ വലിയ പ്രതിഷേധം, വഴിയിൽ തടയൽ, ബഹളം എന്തൊക്കെയായിരുന്നു അനുമോദം ഉണ്ടായിരുന്നത്? അതൊക്കെ അവിടെയുള്ളവർ മറ്റ് പരിപാടികളുടെ തിരക്കിലായതുകൊണ്ടാണോ, അതോ ഈ പരിപാടിയെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണോ, അതോ അവർ ഔദ്യോഗികമായി തന്നെ ഇനി പ്രതിഷേധങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ശ്രീജ, മൂന്നാമത് പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് അതിന്റെ സാധ്യതകൾ കൂടുതൽ. കാരണം ഒരാൾക്കെതിരെ പ്രതിഷേധിക്കാം, ഒന്നോ രണ്ടോ തവണ പ്രതിഷേധിക്കാം. പക്ഷേ അതിനപ്പുറത്ത് ഒരു എം.എൽ.എ എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും നടന്ന് പ്രതിഷേധിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് സാധ്യമാണോ എന്ന ചോദ്യമാണ്. അത് നേരത്തെ തന്നെ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ തന്നെ ആ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഉന്നയിച്ചിരുന്നു. ഇതൊന്നും എല്ലാ തവണയും തടയുകയൊന്നും പ്രായോഗികമാകില്ല എന്നുള്ളത്. അതിലേക്ക് തന്നെയാണ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ മണ്ഡലത്തിൽ സജീവമായതോടെ പ്രതിഷേധങ്ങൾ കുറയുന്നു അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്.
ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തെക്കുറിച്ചൊരു പ്രതികരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. BJP പങ്കെടുത്തത് അവരുടെ ആഭ്യന്തര കലഹമാണ് എന്നൊക്കെ നമുക്ക് വിലയിരുത്താമെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിൽ ഈ വിഷയത്തിൽ ഇനി പരസ്യ പ്രതിഷേധങ്ങൾക്ക് കാര്യമില്ല എന്ന് കണ്ടതുകൊണ്ട് ഒരു പ്രതിരോധത്തിലാവുന്ന സാഹചര്യമാകും എന്ന് തന്നെ വേണം കരുതുവാൻ. അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇതുവരേക്കും അവരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അവ തന്നെ കൃത്യമായ മറുപടി. ശരി, എന്തായാലും നേരത്തെ പ്രഖ്യാപനങ്ങൾ പലതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളെയും മണ്ഡലത്തെയും വഞ്ചിച്ചു. MLA എന്ന നിലയ്ക്ക് ഇനി രാഹുലിനെ പാലക്കാട് പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു BJP പാലക്കാട് ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പ്രഖ്യാപിച്ചിരുന്നത്. MLA ഓഫീസിൽ വന്നിരുന്നാൽ വരെ പ്രതിഷേധിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ആ നിർദ്ദേശത്തെ അല്ലെങ്കിൽ ആ തീരുമാനത്തെ ലംഘിച്ചത് BJPയുടെ നഗരസഭാ അധ്യക്ഷ തന്നെയാണ്. പ്രമീള ശശിധരൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു. വേദിയിൽ വന്ന് എഴുന്നേറ്റ് പോകുന്ന തരം പരിപാടിയല്ല എന്നതാണ് ശ്രദ്ധേയം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ MLAക്കൊപ്പം നഗരസഭാ അധ്യക്ഷ നടന്നു വന്ന് സംസാരിച്ച് പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും അതിൽ BJP നേതൃത്വത്തിന് അതിൽ എതിരഭിപ്രായമുണ്ട്. BJP നേതൃത്വം ആ തീരുമാനത്തിൽ നഗരസഭാ അധ്യക്ഷയെ തള്ളുന്നു. പാർട്ടി പരിപാടിയിൽ ഈ നഗരസഭാധ്യക്ഷ പരിപാടിയിൽ പങ്കെടുത്തത് പാർട്ടി പരിശോധിക്കും. ഇക്കാര്യത്തിൽ BJPയുടെ തീരുമാനം മറ്റൊന്നാണെന്നാണ് ഇപ്പോൾ BJPയുടെ ജില്ലാധ്യക്ഷനായ പ്രശാന്ത് ശിവൻ അടക്കം പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. ഡിവൈഎഫ്ഐ മറുവശത്ത് ഡിവൈഎഫ്ഐയും CPM-ഉം പൂർണ്ണമായി പ്രതിഷേധം ഉപേക്ഷിച്ച മട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ, അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അതിൽ ഒരുപാട് ഇനിയും അങ്ങോട്ട് പ്രതിഷേധിച്ച് തന്നെ മുന്നോട്ട് പോവുക പ്രായോഗികമല്ല എന്നൊരു നിലപാടിലേക്ക് ഇടതുപക്ഷം എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായി തന്നെ, വളരെ സ്വാഭാവികമായി ഒരു MLA തന്റെ മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമാവുകയുമാണ്. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഇത് സത്യത്തിൽ കോൺഗ്രസും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ യുവജന വിഭാഗങ്ങളും രാഹുലും ഒക്കെ പ്രതീക്ഷിച്ചത് ഇത് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ പ്രതിഷേധങ്ങൾ നിൽക്കുമ്പോഴും രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തിയതും ആദ്യം സ്വകാര്യ പരിപാടികളിലും പിന്നീട് പതിയെ പതിയെ പൊതുപരിപാടികളിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ അവരും പ്രതീക്ഷിച്ചത് ഇത് സ്വാഭാവികമായി അങ്ങ് ആദ്യത്തെ ഒരു ബഹളം കഴിയുമ്പോൾ ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ധൈര്യം തന്നെയാണെന്ന് തോന്നുന്നു അവിടെ നടന്നത്. തീർച്ചയായും കോൺഗ്രസ് ഉദ്ദേശിച്ച പോലെ തന്നെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ഒരു MLAക്കെതിരെ എത്ര ഇടങ്ങളിൽ എത്ര തവണ പ്രതിഷേധിക്കുമെന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്നതാണ്. MLA നിലയ്ക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ട പരിപാടികൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും തടയുക എല്ലായ്പ്പോഴും സാധ്യമായി എന്ന് വരില്ല. പ്രതിഷേധം അറിയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനും സാധിക്കും. പക്ഷേ അത് ഒന്നോ രണ്ടോ ഇടത്ത് പറ്റുകയുള്ളൂ. ഓരോ ദിവസവും ഇതുപോലെ പ്രതിഷേധിക്കുക എന്നുള്ളത് പ്രായോഗികമാണോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പ്രായോഗിക തലത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നത്. ആദ്യ തവണ അദ്ദേഹം ആരും അറിയാതെ KSRTCയുടെ ഒരു സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്ത് മടങ്ങുകയും പിറ്റേ ദിവസം നടത്തിയ ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെ അതുപോലെ തന്നെ BJPയുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ചിലയിടങ്ങളിൽ അദ്ദേഹത്തെ തടയാനുള്ള ശ്രമം നടന്നു. അവിടെയൊക്കെ UDF പ്രവർത്തകർ അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച. പിന്നീട് അദ്ദേഹം പതിയെ പതിയെ മണ്ഡലത്തിലെ ചെറിയ ചെറിയ പരിപാടികൾ സജീവമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി BJPയുടെ നഗരസഭാ അധ്യക്ഷ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അതും BJP നേതൃത്വത്തിന്റെ വലിയ പ്രതിഷേധം നിലനിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പരിപാടി പങ്കെടുക്കരുത്, തടയുമെന്ന ആ ഒരു വിലക്ക് നിലനിൽക്കെയാണ് നഗരസഭാ അധ്യക്ഷ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിയെ പതിയെ ആ വിവാദങ്ങളിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകുന്നില്ലെങ്കിലും MLA എന്ന നിലയ്ക്ക് തന്റെ കടമ നിർവഹിക്കുന്നു എന്ന ഒരു വിശദീകരണം നൽകിക്കൊണ്ടാണ് രാഹുൽ ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമാകുന്നത്. മറുവശത്ത് പ്രതിഷേധിക്കും, തടയും എന്ന് പറഞ്ഞ് BJPയും DYFIയും ഒക്കെ ആദ്യത്തെ ഒരു വലിയ ആവേശം കഴിഞ്ഞതോടെ തണുത്തുറഞ്ഞ, അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളെ കൊണ്ടൊന്നും കാര്യമില്ല, ഇത് അദ്ദേഹം ഈ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ മുന്നോട്ട് പോകുമെന്ന് കണ്ട് പിന്മാറുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. എന്താണെങ്കിലും പാലക്കാട് രാഷ്ട്രീയത്തിലേക്ക് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തിരിച്ചുവരവും
രാഹുലിനോടൊപ്പം നിൽക്കാനുള്ള BJP നഗരസഭാ അധ്യക്ഷതയുടെ തീരുമാനവും ആ നടപടികളൊക്കെ വലിയ കോളിളക്കം തന്നെ വരും ദിവസങ്ങളിലും സൃഷ്ടിക്കുമെന്നും അത് വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ വരെ സ്വാധീനം ചെലുത്തുമെന്നും വേണം നമ്മൾ വിലയിരുത്തുവാൻ.